എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ വാക്കുകളിലൂടെ. അഖണ്ഡ ജ്യോതിയുടെ 1965 ഫെബ്രുവരിയിലെ ആ ഒരു ലക്കത്തിൽ നിന്നും കാലത്തെ അതിജീവിക്കുന്ന ചില അറിവുകളിലേക്കാണ് നമ്മുടെ ഈ യാത്ര. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ ഒരു യാത്രയുടെ ഏറ്റവും അടിസ്ഥാനപരമായൊരു ചിന്തയിൽ നിന്ന് തന്നെ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് അത് മനസ്സിലാക്കുന്നിടത്താണ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ അറിവുകളുടെയും വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം ശരിക്കുമൊരു യാത്ര പോലെയാണ്. ഒരു ആന്തരിക രസതന്ത്രത്തിന്റെ യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു സാധാരണ ചിന്തയിൽ നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ സ്വയം ശുദ്ധീകരിച്ച് ഒടുവിൽ ആ ദൈവികമായ ബോധത്തിലേക്ക് ഉയരുന്ന ഒരു പ്രക്രിയ. അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം, നമ്മുടെ യാഥാർത്ഥ്യം ഇതൊക്കെ എവിടെ നിന്നാണ് ശരിക്കും തുടങ്ങുന്നത്? നമ്മളെപ്പോഴും പുറത്തേക്കാണല്ലോ നോക്കുന്നത്. പക്ഷേ ഈ പഠിപ്പിക്കലുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ, എല്ലാത്തിൻ്റെയും തുടക്കം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ആ ശക്തിയുടെ ഉറവിടം എവിടെയാണ്? അഖണ്ഡ ജ്യോതി അതിന് തരുന്ന ഉത്തരം ഇതാണ്. നമുക്കുള്ള ഏറ്റവും വലിയ ശക്തി വിചാരശക്തിയാണ്. അതായത് നമ്മുടെ ചിന്തകളുടെ ശക്തി. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളല്ലേ? ഓരോ പ്രവൃത്തിക്കും പിന്നിലെ ആ ഒരു എനർജി, അതാണ് വിചാരശക്തി. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് ഈ ചിന്തകൾ. അതായത് ഓരോ നിമിഷവും നമ്മളൊരു കവലയിലാണ് നിൽക്കുന്നത്. ഒരു വഴി നല്ല ചിന്തകളുടേതാണ്, ശുഭസങ്കല്പങ്ങളുടേത്, അത് നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും. മറ്റേ വഴി അത് അശുഭകരമായ ചിന്തകളുടേതാണ്, അത് നമ്മളെ താഴേക്ക് വലിക്കും. ഇതിലെ ഏതു വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനം. ആ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ നിർണ്ണയിക്കുന്നത്. ശരി, അപ്പോൾ ചിന്തകൾക്ക് ഇത്രയും ശക്തിയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും അല്ലേ? ഈ ശക്തിയെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? എങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും? അതിനുള്ള ഉത്തരമാണ് സാധന. ഈ ആന്തരിക മാറ്റത്തിനു വേണ്ടി നമുക്ക് ഉറച്ചു നിൽക്കാൻ 3 തൂണുകളുണ്ട്. ഒന്നാമത്തേത് സ്വാധ്യായം, അതായത് സ്വയം പഠിക്കുക, നല്ല കാര്യങ്ങൾ പഠിക്കുക. രണ്ടാമത്തേത് സംയമം, നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കുക. മൂന്നാമത്തേത് തപസ്, അതായത് ഒരു അച്ചടക്കത്തോടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന പ്രവൃത്തികൾ. ഈ 3ഉം ചേരുമ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത്. ഈ സാധനയെപ്പറ്റി പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഉപമയുണ്ട്. അത് വളരെ മനോഹരമാണ്. അതായത് സാധന എന്നത് ഒരു തീച്ചുള പോലെയാണ്. നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളും കുറവുകളുമൊക്കെ ഈ തീയിൽ കത്തിത്തീരും. അവസാനം ബാക്കിയാവുന്നതെന്താ? നമ്മുടെ ഉള്ളിലെ ആ ദിവ്യത്വത്തിന്റെ തനി തങ്കം മാത്രം. എങ്ങനെയുണ്ടാ സങ്കല്പം അല്ലേ? അപ്പോൾ അച്ചടക്കമെന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു തരം നിയന്ത്രണമാണെന്നോ കെട്ടിയിടലാണെന്നോ ഒന്നും വിചാരിക്കരുത്. നേരെ മറിച്ചാണ്. ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. പുറത്തെന്ത് സംഭവിച്ചാലും തകർന്നു പോകാത്ത ഒരു ആന്തരികമായ ശാന്തി, ഒരു ശക്തി, പിന്നെ സാഹചര്യങ്ങളെ ആശ്രയിക്കാത്ത ഒരു സന്തോഷം. ഇതൊക്കെയാണ് സാധനയിലൂടെ നമുക്ക് കിട്ടുന്ന യഥാർത്ഥ നിധികൾ. ഓക്കെ, അപ്പോൾ നമ്മളുള്ളിൽ ഈ ശാന്തിയും ശക്തിയുമൊക്കെ നേടി. പക്ഷെ അതവിടെ നിർത്തിയാൽ മതിയോ? പോരാ. ഈ നേടിയെടുത്ത വെളിച്ചം നമ്മൾക്കുള്ളിൽ മാത്രം വെച്ചാൽ പോരാ, അത് പുറത്തേക്കൊഴുകണം. എങ്ങനെ? നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ സേവനത്തിലൂടെ. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒരു വിളക്കിന്റെ ഉദ്ദേശം തന്നെ പ്രകാശം പരത്തുക എന്നതാണല്ലോ. അതുപോലെ നമ്മൾ നേടുന്ന അറിവും നന്മയുമൊക്കെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുമ്പോഴേ അതിനർത്ഥമുള്ളൂ. നമ്മുടെ ഉള്ളിലെ മാറ്റം അത് ചുറ്റുമുള്ള ലോകത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അവിടെയാണ് നിഷ്കാമ കർമ്മം എന്ന ആശയം വരുന്നത്. എന്താണത്? വളരെ സിമ്പിളാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക. ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക. ആ പ്രവൃത്തിയെ ഒരു ആരാധനയായി, ഒരു സമർപ്പണമായി കാണുക. അപ്പോൾ ചെയ്യുന്ന കർമ്മം തന്നെയായിരിക്കും അതിലെ ഏറ്റവും വലിയ സന്തോഷം, പ്രതിഫലം. ശരിക്കും യഥാർത്ഥ സേവനം എന്തായിരിക്കണമെന്നതിൻ്റെ ഏറ്റവും നല്ലൊരു നിർവചനമാണ് ഈ വാക്കുകൾ. നമ്മുടെ മുന്നിലുള്ള ഓരോ മനുഷ്യനിലും ഓരോ ജീവിയിലും ആ ദൈവികമായ അംശം കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഒരു ബഹുമാനത്തോടെ, ആ ഒരു സ്നേഹത്തോടെ അവരെ സേവിക്കുക. അതാണ് യഥാർത്ഥ സേവനം. അപ്പോൾ നോക്കൂ, ശുദ്ധമായ ചിന്തകളിൽ നിന്ന് തുടങ്ങി അത് നിസ്വാർത്ഥമായ പ്രവൃത്തികളായി മാറി ഈ പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ എവിടെയെത്തും? ആത്മീയ യാത്രയുടെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക്, ആ പരമമായ ഐക്യത്തിലേക്ക്. ഈ യാത്രയുടെ ഏറ്റവും മനോഹരമായ ക്ലൈമാക്സ് എന്താണെന്നറിയാമോ? ഞാൻ, എന്റേത് എന്ന ആ ചെറിയൊരു ചിന്തയുടെ മതിലിനപ്പുറത്തേക്ക് കടന്ന് എല്ലാം ഒന്നാണെന്ന വലിയൊരു സത്യത്തിലേക്ക്, ആ പ്രപഞ്ചബോധത്തിലേക്ക് ഉണരുക. നമ്മുടെ ചെറിയ ഞാൻ ആ വലിയ നമ്മളിൽ അലിഞ്ഞു ചേരുന്ന ആ ഒരു അവസ്ഥ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഉപമ നോക്കൂ. ഒരു നദി ഒഴുകി അവസാനം സമുദ്രത്തിൽ ചേരുന്നില്ലേ? അതുപോലെയാണ് ഓരോ ആത്മാവും. ആ പരമാത്മാവിൽ ലയിക്കാൻ വിധിക്കപ്പെട്ടതാണ്.
ഇതൊരു അവസാനമല്ല, മറിച്ച് ഒരു മടങ്ങിപ്പോക്കാണ്. സ്വന്തം വീട്ടിലേക്ക്, ആ ഉറവിടത്തിലേക്ക് തന്നെയുള്ള ഒരു മടക്കയാത്ര. ആ അവസ്ഥയ്ക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ: പൂർണ്ണത്വം. ഒരു കുറവുമില്ലാത്ത സമ്പൂർണമായ ഒരവസ്ഥ, പരിപൂർണമായ ശാന്തി, സംതൃപ്തി, ആനന്ദം. അതാണ് പൂർണ്ണത്വം. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ ആന്തരിക രസതന്ത്രത്തിന്റെ പാത ഒന്ന് ഓടിച്ചു നോക്കിയാലോ? ആദ്യം നമ്മൾ വെറുമൊരു ശരീരമല്ല, ഒരു ദിവ്യമായ ആത്മാവാണെന്ന് തിരിച്ചറിയുന്നു. പിന്നെ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു. സാധനയിലൂടെ സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്നു. നിഷ്കാമകർമ്മത്തിലൂടെ നമ്മുടെ ഉള്ളിലെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുന്നു. അവസാനം ആ പ്രപഞ്ചബോധവുമായി നമ്മൾ ഒന്നാണെന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ആ യാത്ര. അപ്പോ ഈ അറിവുകളൊക്കെ നമ്മൾ കേട്ടു. ഇനി ഈ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഉള്ളിലെ ആ കെടാവിളക്കിന്, ആ ശാശ്വതമായ ജ്വാലയെ കൂടുതൽ പ്രകാശമുള്ളതാക്കാൻ ഇപ്പോ നമുക്ക് എന്ത് ചെറിയൊരു കാര്യം ചെയ്യാൻ സാധിക്കും? ആ ഒരു ചിന്തയോടെ നമുക്ക് അവസാനിപ്പിക്കാം.